നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യേണ്ടത് മലയാളത്തിലെ വൊക്കാബുലറി എന്ന വിഭാഗത്തിൽപ്പെട്ട അഥവാ പദപരിചയം എന്ന വിഭാഗത്തിൽപ്പെട്ട ഏതാനും ചില ടോപ്പിക്കുകളാണ്. പര്യായ പദം, സമാന പദം, പദശുദ്ധി. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ടാണ് അതങ്ങനെ ചർച്ച ചെയ്യാമെന്ന് കരുതുന്നത്. ആദ്യം ഇത് ഓരോന്ന് എന്താണെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ടോപ്പിക്കിലേക്ക് കിടക്കാം. പര്യായ പദം. പര്യായ പദം എന്ന് വെച്ചാൽ ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ് പര്യായ പദങ്ങൾ. 100% തുല്യാർത്ഥമുള്ള വാക്കുകളല്ല പര്യായങ്ങൾ. അങ്ങനെ 100% തുല്യാർത്ഥമുള്ള രണ്ട് വാക്കുകളുമില്ല. ഒരേ അർത്ഥം വരുന്ന, സമാന അർത്ഥം വരുന്നതാണ് പര്യായ പദങ്ങൾ. ഇനി സമാന പദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ പര്യായവും സമാനമാണ്. പക്ഷേ ഇവിടുത്തെ സമാന പദം എന്നതുകൊണ്ട് PSC ഉദ്ദേശിക്കുന്നത് സമാനതയുള്ള പദങ്ങൾ. അതായത് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരേമാതിരി ഇരിക്കും, പക്ഷേ അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ ഈ പറഞ്ഞ അർത്ഥം നമ്മൾ മീനിങ്, പൊരുൾ എന്ന അർത്ഥത്തിൽ പറയുന്ന അർത്ഥവും ഉണ്ട്, പകുതി എന്ന അർത്ഥത്തിൽ പറയുന്ന അർത്ഥവും. ഒന്ന് തറയുടെ തായും രഥത്തിൻ്റെ ധായുമാണ്, ഒന്ന് ദയയുടെ ധായും ധനത്തിൻ്റെ ധായുമാണ്. അതാണ് സമാന പദം. പിന്നെ പദശുദ്ധി നമുക്കറിയാം, തെറ്റ് തിരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്ന വാക്കുകളിൽ ഈ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി നമുക്കങ്ങ് പോകാം. അപ്പോൾ അത് അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ സൗകര്യമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ്, വിശ്വാസത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പര്യായ പദം മാത്രമാണ് ഇവിടെ കാണുക. ഒപ്പം മറ്റു കാര്യങ്ങൾ കൂടി പറയാം. നമുക്ക് പര്യായം പഠിക്കാൻ പല മാർഗങ്ങൾ സാധ്യമാണ്. ഒന്ന്, ഈ ഡിക്ഷണറിയിൽ നിഘണ്ടുക്കളിലൊക്കെ ഉള്ളതുപോലെ അക്ഷരക്രമത്തിൽ പഠിക്കാം. ആ ഈ ഇങ്ങനെ ആയിൽ ആരംഭിക്കുന്ന വാക്കുകളുടെ പര്യായം ആയിൽ ആരംഭിക്കുന്ന അങ്ങനെ. അതല്ല എങ്കിൽ വർഗീകരിച്ച് പഠിക്കാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വർഗീകരിച്ച് പഠിക്കലാണ്. അതായത് ജീവികളുടെ പര്യായങ്ങൾ, പക്ഷികളുടെ പര്യായം, ശരീരഭാഗങ്ങൾ, അങ്ങനെ വർഗീകരിച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ചില ജീവികളുടെ പര്യായങ്ങളാണ്. കാരണം PSC പലപ്പോഴും ജീവികളിൽ നിന്നാണല്ലോ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ ഈ പക്ഷികൾ, ചിറകുള്ള ജീവികൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത സ്റ്റേജിലെത്താം. ആദ്യം നമ്മൾ കാണുന്നത് ചിറകില്ലാത്ത ജീവികൾ, ചെറു പ്രാണികളും പിന്നെ മറ്റ് ജീവികളിലേക്കാണ് കിടക്കുക. പക്ഷികൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നോക്കാം, നമുക്ക് ആദ്യത്തെ പര്യായത്തിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ കാണുന്നത് ചില ജീവികളിൽ, ചെറിയ ജീവിയിൽ നിന്ന് വലിയ ജീവിയിലേക്ക് പോകാൻ പോവുകയാണ്. വെറുതെ ജീവി എന്ന് പറഞ്ഞാൽ ആന, കടുവ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്നുകിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ഇപ്പം നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ചെറുതിൽ നിന്ന് വലുതിലേക്കാണ്. അതിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ചെറിയ ജീവികളിലൊന്നാണ് ഉറുമ്പ്. ഉറുമ്പിൻ്റെ പര്യായങ്ങളാണ് പിപീലിക, വൽമി, വംറി. ഇതെല്ലാം ഉറുമ്പ്, ചിതല് എന്നുകൂടി അർത്ഥമുള്ളതാണ്. ഉറുമ്പ്, ചിതല്, ഒന്ന് കറുത്തുറുമ്പ്, ഒന്ന് വെളുത്തുറുമ്പ്, ആ വ്യത്യാസമേ ഉള്ളൂ. ചിതല് എന്നുകൂടി അർത്ഥമുള്ളത് കൊണ്ടാണ് വൽമീകം, ചിതൽ പുറ്റ്, അതിൽ നിന്ന് ജനിച്ചവനാണ് വാൽമീകി എന്ന് പറയുന്നത്. അപ്പോൾ പിപീലിക, വൽമി, വംറി ഇതെല്ലാം ഉറുമ്പ് എന്നർത്ഥം വരുന്ന വാക്കുകളാണ്. അടുത്ത് നമ്മൾ ലേശം കൂടെ വലിയ ജീവിയിലേക്ക് കിടക്കുകയാണ്. ഈച്ച എന്നർത്ഥം വരുന്ന വാക്കുകളാണ് നീല, വർവണ്ണ, ചർവണ്ണ, മക്ഷിക. ഇതെല്ലാം ഈച്ച, തേനീച്ച, കൊതുക്, തുമ്പി, വേട്ടാളൻ, കടന്നൽ എന്ന് വേണ്ട ചിറകുള്ള ചെറു പ്രാണികളെല്ലാം അതിനകത്ത് വരും. നീല, വർവണ, ചർവണ, മക്ഷിക എല്ലാം. ഈ മക്ഷിക എന്ന വാക്കിന് ഈച്ച എന്നും തേനീച്ച എന്നും അർത്ഥമുണ്ട്, തുമ്പി എന്നൊക്കെ അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് മാക്ഷികം, ആ വാക്കിൻ്റെ അർത്ഥം തേനെന്നാണ്. മാക്ഷികം, മക്ഷികയിൽ നിന്ന് കിട്ടുന്നതാണ് മാക്ഷികം. ആ വാക്കിൻ്റെ അർത്ഥം തേനെന്നാണ്. അപ്പോൾ മാറിപ്പോകരുത്. മക്ഷിക ഈച്ചയാണ് അല്ലെങ്കിൽ തേനീച്ചയാണ്, മാക്ഷികം തേനാണ്, മാക്ഷികം. എന്നാൽ അക്ഷി എന്നൊരു വാക്കുണ്ട്. അക്ഷി, ആ വാക്കിൻ്റെ അർത്ഥം കണ്ണ് എന്നാണ്. മാറിപ്പോകരുത്. അപ്പോൾ മക്ഷിക തുമ്പി അല്ലെങ്കിൽ ഈച്ച, അക്ഷി എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ണ് എന്നാണ്, കണ്ണ്. ഈച്ചയുടെ പര്യായങ്ങളാണ് ഈ കണ്ടത്. അപ്പോൾ അടുത്ത് നമുക്ക് കാണേണ്ടത് കുറച്ചുകൂടെ വലിയൊരു ജീവിയാണ് വണ്ട്. വണ്ടിൻ്റെ പര്യായങ്ങളാണ് ഭ്രമരം, ഭൃംഗം, മധുപം. ഭ്രമരം, ഭൃംഗം, മധുപം, അളി. ആ വാക്കിൻ്റെ അർത്ഥം വണ്ടെന്നാണ്, മധുപം എന്ന വാക്കിൻ്റെ അർത്ഥം മധുപാനം ചെയ്യുന്നത് എന്നാണ്. മധു മീൻസ് തേൻ കുടിച്ച് ജീവിക്കുന്നത്. നാളെ നമ്മളിൽ ഒരാൾ തേൻ കുടിച്ച് ജീവിച്ചാൽ നമ്മളും ആര് തന്നെയാണ്? മധുപം തന്നെയാണ്. അപ്പോൾ ഭ്രമരം, ഭൃംഗം, മധുപം, അളി. ആ അർത്ഥത്തിൽ മധുപാനം ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ ചിത്രശലഭത്തെയും നമുക്ക് എന്ത് പറയാം? മധുപം എന്ന് പറയാം. ഇവിടെ
അളി എന്ന വാക്കിൻ്റെ അർത്ഥം വണ്ടെന്നാണ്, അളി. എന്നാൽ അത് ദീർഘിച്ച് ആളി എന്നായാൽ ആ വാക്കിൻ്റെ അർത്ഥം തോഴി എന്നാണ്. അളി വണ്ട്, ആളി തോഴി എന്നാണ്. ഇനി ആളുക, തീയാളുക, അതിൻ്റെ ക്രിയാർത്ഥത്തിൽ വർദ്ധിക്കുക എന്ന അർത്ഥത്തിൽ തീയാളുക, ദുഃഖം ആളുക എന്ന് പറയുന്നത്. പക്ഷെ നാമാർത്ഥത്തിൽ ആളി തോഴി, അളി വണ്ട്, ഭ്രമരം, ഭൃംഗം, മധുപം ഇതെല്ലാം വണ്ട് എന്നർത്ഥം വരുന്നതാണ്. നമ്മൾ ഇനി വണ്ടിൽ നിന്ന് ലേശം കൂടെ വലിയ ജീവിയിലേക്ക് കടക്കുകയാണ്. തവള. തവളയുടെ പര്യായങ്ങളാണ് മണ്ടൂകം, ദർദുരം, പ്ലവം, പ്ലവകം, ശാലു. ഇതെല്ലാം തവള എന്നർത്ഥം വരുന്നതാണ്. മണ്ടൂകം, ദർദുരം, പ്ലവം, പ്ലവകം, ശാലു. ഈ മണ്ടൂകം എന്ന വാക്കിന് തവള എന്നർത്ഥമുള്ളതുകൊണ്ടാണ് കൂപമണ്ടൂകം, കിണറ്റിലെ തവള. ദർദുരം, തവള. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ എഴുതിയത് ചക്ഷുശ്രവണകളസ്തമാം ദർദുരം എന്നുള്ളത്. പ്ലവം, പ്ലവകം തുടങ്ങിയ വാക്കുകൾക്ക് പ്ലവത്വമുള്ളത്, വെള്ളത്തിൽ ഉയർന്നു കിടക്കുന്നത് എന്നാണ്. ആ അർത്ഥത്തിൽ നമ്മൾ പായലിനെയും ഒക്കെ അങ്ങനെ പറയാറുണ്ട്. പ്ലവം, പ്ലവകം, പ്ലവത്വമുള്ളത്. പ്ലവകം എന്ന വാക്കിൻ്റെ അർത്ഥം തവള എന്നാണെങ്കിലും പ്ലവങ്കം ഒരക്ഷരം മാറി പ്ലവങ്കം എന്നായാൽ ആ വാക്കിൻ്റെ അർത്ഥം കുരങ്ങ് എന്നാണ്. മാറരുത്. പ്ലവങ്കം കുരങ്ങ്, പ്ലവകം തവള. അപ്പോൾ ആ സമാനത കൂടി നമ്മൾ ഓർത്തോളണം. പ്ലവകം അത് തവള, പ്ലവങ്കം കുരങ്ങ്. ശാലു ആ വാക്കിൻ്റെ അർത്ഥം തവള എന്നാണ്. മണ്ടൂകം എന്നെഴുതുമ്പോൾ ഒരിക്കലും അക്ഷരം മാറരുത്. ചെണ്ടയുടെ ഇണ്ടയല്ല, പാണ്ഡവൻ്റെ ഇണ്ടയാണ് മണ്ടൂകം. അതുപോലെ ദർദുരത്തിന് രണ്ട് ദാ, ഇരട്ടിച്ച ദായാണ്. ഒരു ദായോ തായോ അല്ല, പലപ്പോഴും ദർത്തുരം എന്ന് തന്നേക്കും. അതുപോലെ ആദ്യത്തെ ദാ ദയുടെ ദായാണ്, ധനത്തിൻ്റെ ധായല്ല. മണ്ടൂകം, ദർദുരം ഇതെല്ലാം തവളയാണ്. തവളയായപ്പോൾ നമ്മൾ വെള്ളത്തിലെത്തിയല്ലോ. ഇനി വെള്ളത്തിലുള്ള ജീവികളെ നമുക്ക് നോക്കാം. നമ്മൾ കാണുന്ന മീൻ. മീനിൻ്റെ പര്യായങ്ങളാണ് മത്സ്യം, മകരം, ജഷം, ജലപുഷ്പം. മീനിൻ്റെ മറ്റൊരു പര്യായമാണ് ഗിലം. ഗിലം എന്ന വാക്കിന് മീൻ എന്നാണ് അർത്ഥം. മത്സ്യം, മകരം, ജഷം, ജലപുഷ്പം ഇതെല്ലാം മീനാണ്. ഈ ജഷം മീനാണ്. പക്ഷെ ഒരക്ഷരം മാറി ജഷകം എന്നായാൽ ആ വാക്കിൻ്റെ അർത്ഥം പളുങ്ക് പാത്രം, വിലയേറിയ പാത്രം എന്നൊക്കെയാണ്. ചഷകം, ചഷം മീനാണ്. എന്നാൽ ചഷകം എന്ന വാക്കിന് പാത്രം, പളുങ്ക് പാത്രം എന്നാണ്. അതുപോലെ ഗിലം എന്ന വാക്കിന് മീൻ എന്നാണ് അർത്ഥം. പലപ്പോഴും നമ്മൾ തെറ്റിച്ചെഴുതുന്നൊരു വാക്കുണ്ട് തിമിംഗിലം. അത് തിമിംഗിലമല്ല, തിമിംഗലം എന്നാണ്. പദശുദ്ധിക്ക് ഓർക്കുക. തിമിംഗലമാണ്, തിമിംഗിലമല്ല, തിമിംഗലം. എന്നാൽ തിമിംഗിലകിലം എന്നൊരു വാക്കുണ്ട്. അത് തിമിംഗലത്തെ ഭക്ഷിക്കുന്ന ഒരു തരം മീനെന്നാണ്. ഈ തിമിംഗല കുഞ്ഞുങ്ങളെ കഴിക്കുന്ന ഒരു തരം ജീവി കടലുണ്ട്, ഒരു തരം മത്സ്യം. അത് തിമിംഗലത്തിൻ്റെ വർഗത്തിൽപ്പെട്ടതെന്നാണ് എൻ്റെ അറിവ്. സയൻസ് എനിക്ക് അത്ര പോരാ. അപ്പോൾ അത് തിമിംഗിലകിലം. പക്ഷെ തിമിംഗിലമല്ല, തിമിംഗലം എന്നതാണ് ശരി. എന്നാൽ ഗിലം എന്ന വാക്കിനാകട്ടെ മീൻ, മത്സ്യം എന്നാണ്. ഇനി വെള്ളത്തിൽ കാണുന്ന മറ്റൊരു ജീവിയാണ് ആമ. ആമയുടെ പര്യായങ്ങളാണ് കൂർമ്മം, കൂർമ്മം, കമഠം, പഞ്ചാംഗം, പഞ്ചാംഗം, കച്ഛപം ഇതെല്ലാം ആമയുടേതാണ്. കൂർമ്മം, കമഠം, പഞ്ചാംഗം, പഞ്ചാംഗമല്ല പഞ്ചാംഗം, കച്ഛപം, കച്ഛപം. ആ വാക്ക് എഴുതേണ്ടത് ഇങ്ങനെയാണ്: കച്ഛപം, കച്ഛപം. കത്ത് ശപം രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് കച്ഛപം. ശപം എന്ന വാക്കിന് മുതുക്, തോള് എന്നും കത്ത് എന്ന വാക്കിന് താഴ്ത്തപ്പെട്ടത്, ഭാരം പേറുന്നത് എന്നൊക്കെയാണ്. മുതുകത്ത് ഭാരം പേറുന്നത് അതാണ് കച്ഛപം. കത്ത് അധികം ശപം ആണ് കച്ഛപം. കത്ത് അധികം ശപം കച്ഛപം. മുതുകത്ത് ഭാരം പേറുന്നത്. ഈ ആമയുടെ മുതുകത്ത് തോടുള്ളത് കൊണ്ടല്ല അതിനങ്ങനെ പറയുന്നത്. പണ്ട് മറ്റേ പാലാഴി കടഞ്ഞപ്പോൾ, ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി കടഞ്ഞപ്പോൾ ഈ മന്ധരപർവ്വതം അങ്ങ് താഴ്ന്നു പോയല്ലോ. അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ മഹാവിഷ്ണു കൂർമ്മ അവതാരം പൂണ്ടു, ഇല്ലേ? ആമയുടെ ഷേപ്പിൽ അവതരിച്ച് മുതുകത്ത് ഭാരം പേറി നിന്നു. അതുകൊണ്ടാണ് കച്ഛപം എന്ന് പറയുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം മുതുകത്ത് ഭാരം പേറുന്നത് അഥവാ ആമ എന്നാണ്. കച്ഛപം, കച്ഛപം. പഞ്ചാംഗം, അതുപോലെ പഞ്ചഗൂഢം, പഞ്ചഗൂഢം. ആ വാക്കിൻ്റെ അർത്ഥം പഞ്ചാംഗം, പഞ്ചഗൂഢം, ആമ എന്നാണ്. നമുക്ക് പെട്ടെന്ന് തോന്നും ഈ പഞ്ചാംഗം എന്ന് കേട്ടാൽ മറ്റേ ജ്യോതിഷത്തിലെ പഞ്ചാംഗം, നമ്മൾ മുഹൂർത്തം നോക്കുന്ന പഞ്ചാംഗം. പഞ്ചാംഗം എന്ന വാക്കിന് പഞ്ച അംഗം, 5 അംഗങ്ങളോട് കൂടിയത് എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ ആമയ്ക്ക്
തോട് വെച്ച് ശരീരം കാണാൻ കഴിയില്ലല്ലോ, 4 കാല് തലയെ കാണാൻ കഴിയും. അപ്പോൾ പഴയ നമ്മുടെ പൂർവികർ വിചാരിച്ചു 5 ശരീരഭാഗങ്ങളെ ഉള്ളൂ എന്ന്. അങ്ങനെയാണ് പഞ്ചാംഗം എന്നർത്ഥത്തിൽ പഞ്ചാംഗം. ആ 5നെയും ഗൂഢം ചെയ്യുന്നത്, ഒളിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് പഞ്ചഗൂഢം. പിന്നെന്താണ് ഈ ജ്യോതിഷത്തിലെ പഞ്ചാംഗം? ഈ പഞ്ചാംഗം എവിടെ ചെന്നാലും 5 ഭാഗങ്ങളോട് കൂടിയെന്നേ അർത്ഥമുള്ളൂ. ഇപ്പം നമ്മുടെ കൈപ്പത്തിയ പഞ്ചാംഗം എന്ന് പറയാം, 5 ഭാഗങ്ങളുള്ളതുകൊണ്ട്. ഈ പഞ്ചാംഗം എന്ന പുസ്തകം, ജ്യോതിഷ ഗ്രന്ഥം, ജ്യോതിഷത്തിന് 5 ഭാഗങ്ങളുണ്ട്, 5 ശാഖകൾ. ഫലം, ശ്രുതി, സ്ഫുടം, ഗ്രഹനില, രാശി, ഇങ്ങനെ 5 ഭാഗങ്ങൾ. ഈ 5 ഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്ത് എഴുതിയിരിക്കുന്നത് കൊണ്ടാണ്, സമന്വയിപ്പിച്ച് എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് അതിനെ പഞ്ചാംഗം എന്ന് പറയുക. അപ്പോൾ പഞ്ചാംഗം എന്നുള്ള വാക്കിന് 5 ഭാഗങ്ങളോട് കൂടിയത് എന്നേ അർത്ഥമുള്ളൂ. ആമ എന്നുമുണ്ട്. അടുത്ത് നമ്മൾ കാണുന്ന ജീവിയാണ് മുതല. വെള്ളത്തിൽ കാണുന്ന മറ്റൊരു ജീവിയാണ് മുതല, ചീങ്കണ്ണി. അതാണ് നക്രം, കുംഭീരം. ഇതെല്ലാം മുതല അല്ലെങ്കിൽ ചീങ്കണ്ണി എന്നർത്ഥം വരുന്ന വാക്കുകളാണ്. നക്രം, കുംഭീരം. അതുകൊണ്ടാണ് നക്രബാഷ്പം, ക്രോക്കഡൈൽ ടീയേഴ്സ്, മുതലക്കണ്ണീർ എന്നർത്ഥത്തിൽ നമ്മൾ പറയുന്നത്. ഈ കുംഭീരം എന്ന വാക്കിൻ്റെ അർത്ഥം മുതല അല്ലെങ്കിൽ ചീങ്കണ്ണി എന്നാണ്. എന്നാൽ കുംഭി ആ വാക്കിൻ്റെ അർത്ഥം ആന എന്നാണ്. ആന, കുംഭി ആനയാണ്. കുംഭീരം എന്ന വാക്കിന് മുതല, ചീങ്കണ്ണി എന്നൊക്കെയാണ്. ചിലരെങ്കിലും കുംഭി എന്നുള്ളതിന് മറ്റേ പമ്പരത്തിൻ്റെ എഴുതി കളയും. അങ്ങനെയല്ല, കുംഭീരമല്ല, കുംഭീരം. കുംഭം എന്ന വാക്കിന് കുടം എന്നാണ്. കുംഭി ആനയാണ്, കുംഭീരം അത് മുതലയാണ്. അപ്പോൾ അടുത്തൊരു വാക്ക് നമുക്ക് നോക്കിയാൽ എലി. എലി. ഇത്രയും നേരം നമ്മൾ വെള്ളത്തിൽ കിടക്കുകയായിരുന്നു, ഇനി വെള്ളത്തിൽ നിന്ന് കരയെ കയറി. അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ കാണുന്ന ക്ഷുദ്രജീവികളിലേക്ക് കിടക്കുകയാണ്. എലി. എലിയുടെ പര്യായങ്ങളാണ് മൂഷികൻ, ആഘു, ഉന്തുരു, ഖണ്ഡകൻ, ഘനകൻ. അതും എലിയുടെ പര്യായമാണ്, ഘനകൻ. ഖണ്ഡകൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഖണ്ഡിക്കുന്നവൻ, മുറിക്കുന്നവൻ എന്നാണ്. ഘനകൻ എന്ന വാക്കിൻ്റെ അർത്ഥം കുഴിക്കുന്നവൻ. ഖനി എന്ന് വെച്ചാൽ കുഴി, കുഴിക്കുന്നവൻ. അപ്പോൾ മുറിക്കുന്നവൻ, കുഴിക്കുന്നവൻ, ഫലത്തിൽ ത്വരപ്പൻ. അതാണ് എലി. മൂഷികൻ, ആഘു, ഉന്തുരു, ഖണ്ഡകൻ, ഘനകൻ, ഇതെല്ലാം എലി എന്നർത്ഥം വരുന്നതാണ്. അതുപോലെ ആഘുവിന് മേഘത്തിൻ്റെ ഖായും ഉപയോഗിച്ച് കാണാറുണ്ട്. അത് പ്രാകൃത പാലിയിൽ നിന്ന് സംസ്കൃതത്തിലേക്ക് പിന്നീട് മലയാളത്തിലേക്കും കടമെടുത്തത് കൊണ്ടാകാം അങ്ങനെ വരുന്നത്. ഈ 2 ഖായും ഉപയോഗിച്ച് കാണാറുണ്ട്. മൂഷികൻ, ആഘു, ഉന്തുരു, ഖണ്ഡകൻ, ഇതെല്ലാം എലി എന്നർത്ഥം വരുന്നതാണ്. ഘനകൻ. എലി കഴിയുമ്പോൾ നമ്മൾ ഘനകൻ. എലി കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് പാമ്പ്. വീട്ടിൻ്റെ അടുത്തുള്ള മറ്റൊരു ക്ഷുദ്രജീവിയാണ് പാമ്പ്. പാമ്പിൻ്റെ പര്യായങ്ങളാണ് പന്നകം, ഉരകം, നാഗം, ഭുജംഗം, അഹി, ചക്ഷുശ്രവണം. ഇതെല്ലാം സർപ്പം അല്ലെങ്കിൽ പാമ്പ് എന്നർത്ഥം വരുന്നതാണ്. പന്നകം ആ വാക്കിൻ്റെ അർത്ഥം പാദം കൊണ്ട് ഗമിച്ചത് എന്നാണ്. കാലുകൾ കൊണ്ട് സഞ്ചരിച്ചത്, അതാണ് പന്നകം. പാദം കൊണ്ട് ഗമിച്ചത്. നമുക്ക് സംശയം തോന്നും, സർപ്പത്തിന് കാലുകളില്ലല്ലോ, പിന്നെ എങ്ങനെ ഈ വാക്ക് ശരിയാവും? കഥയനുസരിച്ച് ഈശ്വരൻ സൃഷ്ടികർമ്മം നടത്തിയപ്പോൾ ആദ്യം കൈകാലുകൾ കൊടുത്തത് പാമ്പിനാണ്. അവരാണ് കൈയും കാലും ഉപയോഗിച്ച് ഭൂമിയിൽ ആദ്യം നടന്നത്. കാലുപയോഗിച്ച് ആദ്യം നടന്ന അവരാണ്. പക്ഷേ അഹങ്കാരം കാരണം അവർ ഈശ്വരൻ്റെ മേത്തൂടെയൊക്കെ കയറി നടന്നു. അങ്ങനെ ശപിച്ച് കൈയും കാലും ഒക്കെ എടുത്ത് കളഞ്ഞ് ഇഴഞ്ഞു നടക്കാൻ ശപിച്ചു. അങ്ങനെയാണ് കാലുകൾ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് മുന്നേ ആദ്യമായി കാലുകൊണ്ട് നടന്നത്, പാദം കൊണ്ട് ഗമിച്ചത് എന്നർത്ഥത്തിലാണ് പന്നകം. ഉരസ് ആ വാക്കിൻ്റെ അർത്ഥം ശരീരം, നെഞ്ച് എന്നൊക്കെയാണ്. ഉരസ് കൊണ്ട് ഗമിക്കുന്നതാണ് ഉരകം. നാഗം എന്ന വാക്കിൻ്റെ അർത്ഥം കുഴല് എന്നാണ്, കുഴല്. ഭുജംഗം, ഭുജം കൈ, ആ ഷേപ്പിലുള്ള കൈ നൂരിപ്പോയ ഞരമ്പാണ് പാമ്പായി വന്നതെന്നാണ് സങ്കല്പം. അഹി, ചക്ഷുശ്രവണം, ചക്ഷുസ് കൊണ്ട് ശ്രവിക്കുന്നത്. ചക്ഷുസ് എന്ന് വെച്ചാൽ കണ്ണ്, ശ്രവിക്കുക, കേൾക്കുക. കണ്ണ് കൊണ്ട് കേൾക്കുന്നത്. പാമ്പിന് ചെവിയില്ലല്ലോ, കണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പൂർവികർ വിചാരിച്ചു പാമ്പിന് കണ്ണിലൂടെ തന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുമെന്ന്. അങ്ങനെയാണ് ചക്ഷുശ്രവണം എന്ന വാക്കുണ്ടാകുന്നത്. അതുപോലെ ഫണി, ഫണമുള്ളവൻ എന്നർത്ഥത്തിൽ ഫണി, ഇതെല്ലാം പാമ്പിൻ്റെ പര്യായങ്ങളാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ പദശുദ്ധിക്ക് ഓർക്കേണ്ടത്, ഈ നാഗം ആ വാക്കിൻ്റെ അർത്ഥം പാമ്പെന്നല്ല, കുഴലെന്നാണ്. കുഴലിൻ്റെ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് അതിനെ പാമ്പെന്ന് പറയുക, പാമ്പിന് നാഗമെന്ന് പറയുക. അപ്പോൾ നമുക്കൊരു സംശയം തോന്നും, ആ ഉപകരണത്തിൻ്റെ പേര് നാഗസ്വരമാണോ നാദസ്വരമാണോ അതോ നാഗസ്വരമാണോ എന്നൊക്കെ തോന്നും. മറ്റേ പെപ്പര പേപ്പ നമ്മൾ വിളിക്കുന്ന സംഗീതോപകരണം ഉണ്ടല്ലോ, കല്യാണത്തിന് മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ആ ഉപകരണത്തിൻ്റെ പേര് നാഗസ്വരമാണ്, നാദസ്വരമല്ല. ഇത് വളരെ തെറ്റായൊരു വാക്കാണ് നാദസ്വരം.
കാരണം നാദം എന്ന വാക്കിന് ശബ്ദം എന്നാണ് അർത്ഥം, സ്വരം എന്ന വാക്കിന് ശബ്ദം. അപ്പോൾ പിന്നെ അത് തെറ്റല്ലേ, നാദസ്വരം. നമ്മൾ പലപ്പോഴും അങ്ങനെ അച്ചടിക്കാറുണ്ട്, പറയാറുണ്ട്, നാദസ്വര കച്ചേരി, നാദസ്വരമേളം എന്നൊക്കെ. നാദസ്വരമല്ല, നാഗസ്വരം. നാഗം എന്ന വാക്കിന് പാമ്പെന്നല്ല, പാമ്പിൻ്റെ സ്വരമല്ല നാഗസ്വരം, കുഴൽ എന്നാണ്. കുഴലിൽ നിന്ന് വരുന്ന സ്വരമാണ് നാഗസ്വരം. അപ്പോൾ ആ വാക്ക് അങ്ങനെയാണ്. അടുത്ത് നമ്മൾ കാണുന്ന ജീവിയാണ് പല്ലി അല്ലെങ്കിൽ അരണ. പല്ലി അല്ലെങ്കിൽ അരണ, അതാണ് ഗൗളി. ബ്രാഹ്മിണി, ബ്രാഹ്മിണി, ഗൗളി, ബ്രാഹ്മിണി. പല്ലി അല്ലെങ്കിൽ അരണ എന്നർത്ഥം വരുന്നതാണ്. ഈ ബ്രാഹ്മണൻ എന്ന പുല്ലിംഗത്തിൻ്റെ സ്ത്രീലിംഗവും ബ്രാഹ്മിണിയാണ്. അതിന് ബ്രാഹ്മണ സ്ത്രീ എന്നും അർത്ഥമുണ്ട്. എന്നാൽ അരണ, പല്ലി എന്നുകൂടി അർത്ഥമുള്ള വാക്കാണ് ബ്രാഹ്മിണി.